नहीं ओ तारे तोड़न दी गल कर दे ओही कहिए जो करना जान दे सानू आउंदी ए समय दी नब्ज फड़नी रंग महफिल च भरना जान दे जद भी जोश जवानी ने छल मारी ओ साडा चादरे सवाउण नू जी करया सप खुंडे ते काटवां नू तेल ला के ओ धुप वांग लिशकाउण नू जी करया ओ साडे ढोल नू सारा ही जग जाने भर भर खड़काउण नू जी करया ओए असीं किवें आ भंगड़े ते राज करदे अज फेर दिखाउण नू जी करया दिलां विच इहो जिहे जज्बे ते बुलियां ते मिठी मिठी मुस्कान लैके पंजाब दे मुछफड़ गभरू पेश करन जा रहे हैं पंजाब दा जगत प्रसिद्ध लोक नाच भंगड़ा 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 ഞാൻ ഫാദർ അജീഷ് പരീക്കൽ ചെറുപുഷ്പ സഭയുടെ ക്രിസ്റ്റോദി പ്രോവിൻസ് പഞ്ചാബ് രാജസ്ഥാൻ മിഷനിൽ വർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ദാനേവാല ഹോളി ക്രോസ് ആശ്രമത്തിൽ ഇവിടെ സേവനം ചെയ്യുന്നു. ദാനേവാല ഹോളി ക്രോസ് ആശ്രമം ഇവിടെ അടുത്തുള്ള സിറ്റിയിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഒരു വില്ലേജിലാണ്. രാജസ്ഥാനിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ മാറി പഞ്ചാബിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ ബോർഡറിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ മാറി ഉള്ള ഒരു പ്രദേശമാണ്, ഒരു ഗ്രാമപ്രദേശമാണ് ഈ ഹോളി ക്രോസ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ സ്ഥലം 1978 CST അച്ഛന്മാർ ഇവിടെ സ്ഥലം വാങ്ങി. 1983 ഇവിടെ പള്ളി പണിതു. 84 ഇത് ഒരു പാരിഷ് ഇടവകയായിട്ട് സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് 1985 FCC സിസ്റ്റേഴ്സ് ഇവിടെ വരികയും അങ്ങനെ ആ മഠത്തിൻ്റെ ബ്ലെസ്സിങ്ങും ഒപ്പം തന്നെ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഡിസ്പെൻസറിയും തുടങ്ങുകയുണ്ടായി. അങ്ങനെ ഈ ദാനേവാല ആശ്രമം അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും സേവനം ചെയ്യുന്ന നന്മ പകരുന്ന ഒരു സ്ഥലമായിട്ട്, ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയാണ്. ദാനേവാല ആശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെയുള്ള ഹോളി ക്രോസ് ചർച്ച്. ഇടവകയുടെ സ്ഥാപനം മുതൽ ഇന്ന് വരെ ഈ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ആധ്യാത്മികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു വരികയാണ്. ഈ ഇടവകയിൽ ഏകദേശം 148ഓളം കുടുംബങ്ങളുണ്ട്. 600-ൽ അധികം ആളുകൾ ഈ ഇടവകയിലുണ്ട്. ഈ ഇടവകയുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 25 കിലോമീറ്ററാണ്. ഈ 20 കിലോമീറ്ററിനുള്ളിൽ 148 ഫാമിലികൾ ഉള്ളവർ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവരല്ല. അവർ ഞായറാഴ്ചകളിലും എല്ലാ ആഴ്ച പള്ളി വരാറൊന്നുമില്ല. കാരണം ഇത്രയധികം ദൂരെ നിന്ന് ബസ് കയറി യാത്ര ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വർഷത്തിൽ ക്രിസ്മസ്, ഈസ്റ്റർ, ഇടവക തിരുനാളുകൾ അങ്ങനെ പ്രധാന ദിവസങ്ങളിലൊക്കെയാണ് എല്ലാവരും ഈ ഇടവകയിൽ വരുന്നത്. എന്നാലും ഞായറാഴ്ചകളിൽ ഏകദേശം 200-250 ആളുകൾ പള്ളിയിൽ വരാറുണ്ട്. അങ്ങനെ ഈ ഇടവകയിൽ ഈ ഗ്രാമങ്ങളിലെല്ലാം നമ്മുടെ ഇടവകയിൽ നിന്നുള്ള അച്ഛന്മാർ കടന്നു ചെന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, അവിടെയുള്ള വീട് സന്ദർശനം, രോഗികൾ സന്ദർശിക്കുക, അങ്ങനെ ആൾക്കാർക്ക് ആധ്യാത്മികവും ഭൗതികമായ കാര്യങ്ങളിൽ ഒത്തിരിയേറെ സേവനം ചെയ്തു വരുന്ന ഒരു ഇടവകയാണിത്. ദാനേവാല ഗ്രാമത്തിൽ CST വൈദികർ ക്രിസ്തുനാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഗ്രാമീണരുടെ ജീവിതങ്ങൾക്ക് പുതിയൊരു ദിശാബോധവും പ്രതീക്ഷയും നൽകാൻ ഈ ദേശത്ത് വൈദികർക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ദാനേവാല ഗ്രാമത്തിൽ ഞങ്ങൾ കണ്ട ഒരു കൗതുക കാഴ്ചയാണ് ഹാൻസി ടെമ്പോകൾ. 1958 ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ ഫിറോഡിയ ലിമിറ്റഡ്, ജർമ്മൻ കമ്പനിയായ ടെമ്പോ വർക്കിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ച് നിരത്തിലിറക്കിയ വാഹനമാണിത്. ഇന്ത്യയിലെ ദുർഘടമായ റോഡുകളിൽ വൻ വിജയമായിരുന്നു ഈ വാഹനങ്ങൾ. ഇന്നും ഗ്രാമീണരുടെ പ്രധാന യാത്രാമാർഗങ്ങളിലൊന്നാണ് ഈ മുച്ചക്ര വാഹനങ്ങൾ. അനേകർ പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ ഈ വാഹനം റിപ്പയർ ചെയ്ത് കാര്യക്ഷമമായി കാലം ഇത്ര കഴിഞ്ഞിട്ടും ഉപയോഗിക്കുന്നു. ആളുകൾക്ക് നിന്നോ ഇരുന്നോ യാത്ര ചെയ്യാൻ ചെറിയ രൂപമാറ്റങ്ങളും ഈ വാഹനത്തിന് വരുത്തിയിട്ടുണ്ട്. ദാനേവാല ഗ്രാമത്തിൽ ഞങ്ങളുടെ യാത്രയും ഈ ടെമ്പോയിലായിരുന്നു. പഞ്ചാബിലെ ദാനേവാല ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുൻപേ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുമുള്ള രഹസ്യ അടിമ വ്യവസ്ഥാ സമ്പ്രദായങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ ശക്തമായി പ്രവർത്തിച്ച വൈദികനാണ് അന്തരിച്ച ഫാദർ വർഗീസ് കോയിക്കര CST. ദാനേവാലയിലെ തൊഴിലാളി സമൂഹങ്ങൾ നന്ദിയോടെ ഇന്നും ഈ പുരോഹിതനെ ഓർക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിലെ സാമൂഹിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് മുതലാളിത്ത തൊഴിലാളിത്ത വ്യവസ്ഥിതിയായിരുന്നു. പാവപ്പെട്ടവർക്ക് ഭൂമിയില്ല, മുതലാളിമാർക്ക് വളരെ ഏക്കർ സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ പാവപ്പെട്ടവരെ ഒരു വർഷത്തേക്ക് വേണ്ടി അടിമത്തം പോലെ കരാറെടുക്കുന്ന രീതിയായിരുന്നു. ഒരു വർഷം അവർക്ക് കൊടുക്കുക ചിലപ്പോൾ 1000 രൂപയായിരിക്കാം, 1500 രൂപയൊക്കെ ആയിരിക്കാം. ആ കുടുംബം മുഴുവനും ആ മുതലാളിമാരുടെ കീഴിൽ ഒരു വർഷം ജോലി ചെയ്യണം. അങ്ങനെയുള്ള അവസ്ഥയിൽ യാതൊരു തരത്തിലുള്ള നല്ല വേതനവും കിട്ടാത്ത അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട വർഗീസ് കോയിക്കരയച്ചൻ ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുക. പാവപ്പെട്ടവരുടെ തൊഴിലാളികളുടെ ഈ ദുരവസ്ഥ മനസ്സിലാക്കിയ കോയിക്കരയച്ചൻ തൊഴിലാളികളെ ഒരുമിച്ച് കൂട്ടുകയും അന്നത്തെ ഈ അടിമത്ത സമ്പ്രദായത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ആരംഭഘട്ടത്തിൽ മുതലാളിമാരെ വീടുകളിൽ പോയി കണ്ട് അവരെ സ്വന്തരാക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ അതിന് തുനിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം തൊഴിലാളികളെ ഒരുമിച്ച് കൂട്ടി വിവിധ തരത്തിലുള്ള പ്രക്ഷോഭണങ്ങൾ ആരംഭിച്ചത്. ആ പ്രക്ഷോഭണങ്ങൾ ആരംഭിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് എതിരായിട്ട് സമൂഹത്തിലെ ഉന്നതരും മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് കൂട്ടുനിൽക്കുന്നവരുമായി അദ്ദേഹത്തെ ശാരീരികമായിട്ട് മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ മറ്റ് പല കാര്യങ്ങളിൽ നിന്നും പുറത്താക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ തൊഴിലാളി സമൂഹം അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് എല്ലാ തരത്തിലുമുള്ള സഹായവും ചെയ്തു കൊടുക്കുകയും ഉണ്ടായി. എന്നാൽ അതോടൊപ്പം തന്നെ ആ പാവപ്പെട്ടവരും ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തിരികെ നോക്കുമ്പോഴേ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി ഒത്തിരി മെച്ചപ്പെടുകയും അതോടൊപ്പം തന്നെ മുതലാളിത്ത വ്യവസ്ഥയിലുണ്ടായിരുന്നവർക്ക് ഇന്ന് മറ്റുള്ളവരുടെ മനോഭാവങ്ങളിലും ഒത്തിരിയേറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വർഷങ്ങളോളം ഈ ഗ്രാമത്തിൽ പാവപ്പെട്ടവരുടെ കൂടെ നിന്ന് പാവപ്പെട്ട പക്ഷം ചേർന്ന് തൻ്റെ ജീവിതം അവർക്ക് വേണ്ടി ചെലവഴിച്ച ബഹുമാനപ്പെട്ട വർഗീസ് കോയിക്കരച്ചൻ തന്നെയാണ്. അതുകൊണ്ടാണ് 1999 കേന്ദ്ര സർക്കാർ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിനുള്ള അവാർഡ് നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചത്. തീർച്ചയായും അത് ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചിട്ടുള്ള ഒരു അവാർഡ് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ടവരോട് ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയും അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. എല്ലാത്തരം ധാന്യവിളകളും സമൃദ്ധമായി കൃഷി ചെയ്യുന്ന ദേശമാണ് പഞ്ചാബെങ്കിലും പലപ്പോഴും കർഷകരും സാധാരണക്കാരുമായ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പഞ്ചാബിലെ ഗ്രാമങ്ങളിലുണ്ട്.
വിളനാശം, ദാരിദ്ര്യം, സാമ്പത്തിക നഷ്ടങ്ങൾ, ജന്മിത്ത വ്യവസ്ഥിതി, ചെറുപ്പക്കാരിലെ ലഹരി ഉപയോഗം തുടങ്ങിയവ ഗ്രാമീണ കർഷകരുടെ ജീവിതം പലപ്പോഴും ഏറെ പ്രയാസത്തിലാക്കാറുണ്ട്. എത്ര അധ്വാനിച്ചാലും ജീവിതം മുന്നോട്ട് നീങ്ങാത്ത അവസ്ഥ. ഇത്തരത്തിൽ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്നവർക്കായി CST വൈദികർ കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന സമ്പ്രദായമായ പിടിയരി കെട്ടുതേങ്ങ മാതൃകയിൽ ജനങ്ങളിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ ചെറിയ അളവിൽ ശേഖരിച്ച് പാവപ്പെട്ടവർക്കായി ഇവിടെ പലപ്പോഴും വിതരണം ചെയ്യുന്നു. സാധാരണക്കാർക്ക് വലിയ ഒരു ആശ്വാസമാണ് വൈദികരുടെ ഈ പ്രവർത്തനങ്ങൾ. പഞ്ചാബിലെ കൃഷി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒക്ടോബർ മാസം മുതൽ ഏതാണ്ട് മാർച്ച് വരെ ഗോതമ്പ് കൃഷിയും ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ നെല്ല് കൃഷിയുമാണ് ഉണ്ടാവുക. എന്നാൽ വെള്ളമില്ലാത്ത ഏരിയയിൽ പഞ്ഞിക്കൃഷിയുണ്ട്. എന്നാൽ നമ്മുടെ പാവപ്പെട്ട ആൾക്കാർ എല്ലാ ദിവസവും ജോലിക്ക് പോകും. എന്നാൽ ചില കാലഘട്ടങ്ങളിൽ ജോലി ഇല്ലാതെ വരും. ഗോതമ്പ് കൃഷിയും അതുപോലെ തന്നെ നെൽകൃഷിയും ഇല്ലാതെ വരുന്ന അവസരങ്ങളിൽ അവർക്ക് എല്ലാ ദിവസവും ജോലി കിട്ടണം നിർബന്ധമില്ല. അതുകൊണ്ട് പലപ്പോഴും ഗ്രാമങ്ങളിലെ ചില വീടുകളിലെല്ലാം കുറേയെങ്കിലും ആൾക്കാർക്ക് ഭക്ഷണത്തിനുള്ള കുറവുകളുണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് CST വൈദികർ തങ്ങളുടെ ഇടവക ദേവാലയങ്ങളിൽ ചെയ്യുന്ന ഒരു സാമൂഹിക പ്രവർത്തനം ഇതാണ്. എല്ലാ ഞായറാഴ്ചയും എല്ലാ ഭവനങ്ങളിൽ നിന്നും ഒരു പിടി ഗോതമ്പ് പൊടി വീടുകളിൽ ശേഖരിച്ച് അത് ഞായറാഴ്ച ബലിയായി കൊണ്ടുവന്ന് കൊടുക്കുക. അങ്ങനെ സ്വരുക്കൂട്ടുന്ന ഗോതമ്പ് പൊടിയും അതോടൊപ്പം തന്നെ അരിയുമെല്ലാം ഇങ്ങനെ വരുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോയമ്പ് കാലത്ത് എല്ലാ വീടുകളിലും പ്രത്യേകമായിട്ട് ഇപ്രകാരമുള്ള ഗോതമ്പ് ശേഖരണവും അരിശേഖരണവുമുണ്ട്. അത് പെസഹ വ്യാഴാഴ്ച ദേവാലയത്തിൽ അർപ്പിക്കുകയും പിന്നീട് വരുന്ന ഉയർപ്പ് ഞായറാഴ്ച അത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയുമാണ് ചെയ്യുക. ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഇടവകളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കമ്പിളിയും തണുപ്പിന് വേണ്ട വസ്ത്രങ്ങളെല്ലാം പുതുതായിട്ട് മേടിച്ചു കൊടുത്ത് കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരെ സഹായിക്കുവാനുള്ള പദ്ധതികളും നമ്മുടെ ഇടവകളിൽ നമ്മൾ നടത്തിക്കൊണ്ടുവരികയാണ്. ഇപ്രകാരമുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പാവപ്പെട്ട സമൂഹത്തിലെ അംഗങ്ങളെ പുനരുദ്ധരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രാമീണരുടെ പട്ടിണിയും ദുരിതവും പരിഹരിക്കാൻ ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയതോടെയാണ് CST വൈദികർ ഗ്രാമീണ ബാലവാടി പദ്ധതികൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതികൾ CST സഭ കാര്യക്ഷമമായി ഇന്ന് ഇവിടെ നടത്തിവരുന്നു. 1980കളിലാണ് ബാലവാടി പദ്ധതികൾ ബഹുമാനപ്പെട്ട ഫെലിസച്ചൻ ആരംഭിക്കുക. അന്ന് അദ്ദേഹം ദാനേവാലയിലും അതോടൊപ്പം തന്നെ മറ്റ് ഗ്രാമങ്ങൾക്ക് ചുറ്റി സഞ്ചരിച്ചപ്പോൾ കാണുവാൻ സാധിച്ച ഒരു യാഥാർത്ഥ്യം ഇതായിരുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്ന സമ്പ്രദായമില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് സ്കൂളുകളിൽ പോകുവാൻ സാധിക്കാത്ത കുട്ടികളെല്ലാവരെയും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അവരെ പഠിപ്പിച്ചുകൊണ്ട് അവർക്കൊരു സാമ്പത്തികവും വിദ്യാഭ്യാസപരമുള്ള ഉന്നതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഫെലിസച്ചൻ പരിശ്രമിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ബാസ്പോ എന്ന ചെറിയ സംഘടന രൂപീകരിക്കുക. ബാസ്പോ എന്ന കൊച്ചു സംഘടനയുടെ പ്രത്യേക ലക്ഷ്യം ഇതായിരുന്നു: എല്ലാ ഗ്രാമങ്ങളിലും ബാലവാടികൾ ഉണ്ടാവുക, ആ ബാലവാടികളോട് ചേർന്ന് തന്നെ വലിയവരെയും പഠിപ്പിക്കുവാനായിട്ടുള്ള അഡൽട്ട് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവുക. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചയിൽ എല്ലാ വൈദികരും സന്യസ്തരും ഒരുമിച്ച് ചേരുകയും ആ മാസത്തെ ബാസ്പോയിലൂടെ ബാലവാടികളിലൂടെ
അഡൽട്ട് എഡ്യൂക്കേഷൻ സെൻറ്ററിലൂടെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുകയും അടുത്ത മാസത്തേക്ക് വേണ്ടിയുള്ള പ്ലാനുകളും പദ്ധതികളും നടത്തുകയും ചെയ്തിരുന്നു. ഇന്ന് ഇത് വലിയൊരു സാമൂഹിക വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ കുട്ടികളും തന്നെ സ്കൂളുകളിൽ പോകുവാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാലവാടികളിലൂടെ നിർധനരായ പാവപ്പെട്ട ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുവാനും സാധിച്ചിട്ടുണ്ട്. ബാലവാടിയുടെ ഒരു ക്രൈസ്തവ ദർശനം എന്ന് പറയുന്നത് കർത്താവ് പറയുന്നത് പോലെ എല്ലാവരെയും പോയി പഠിപ്പിക്കുക, ജാതിമത ഭേദമില്ലാതെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും പഠിപ്പിക്കുവാനും എഴുതുവാനും സാധിക്കുന്നൊരവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. അതിനുവേണ്ടിയുള്ള വലിയൊരു ദർശനം ആദരണീയ ഫെലീസ് നെല്ലിക്കുന്നച്ചൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വരകിലച്ചനെയും പ്രത്യേകമായിട്ട് ഈ മേഖലയിൽ സ്മരിക്കേണ്ടിയിരിക്കുന്നു. സിക്വാലയിലും ബാക്സറിലും ദാനേവാലയിലും ഒക്കെ അദ്ദേഹം പുതിയ ബാലവാടികൾ ആരംഭിക്കുകയും അതിലൂടെ ഒത്തിരിയേറെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. മനുഷ്യരെ പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നത് ഒരു മിഷനറിയുടെ കടമയാണ്. ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും ഒരു മിഷനറിയിൽ അത്തരം ഒരു ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. CST വൈദികരിലൂടെ ഗ്രാമങ്ങളിലെ നിരക്ഷരരായ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന് ഇത്തരം ഒരു ക്രിസ്തീയ പശ്ചാത്തലമാണുള്ളത്. വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് മാത്രം ദുരിതമനുഭവിക്കുന്ന ഗ്രാമീണരെ സഹായിക്കാൻ ആദ്യകാല CST വൈദികനായ അന്തരിച്ച ഫാദർ ഫെലിക്സ് നെല്ലിക്കുന്നത്ത് ആവിഷ്കരിച്ച പദ്ധതികളെയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഇന്നും CST സഭ മാതൃകയാക്കുന്നത്. തൊഴിലാളി കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് പാടത്ത് ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തെപ്പറ്റിയോ ഭാവിയെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് CST മിഷണറി വൈദികർ കുട്ടികളെ ഒരു വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂട്ടുവാനും ആത്യന്തികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാനും പരിശ്രമിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിലെ സാഹചര്യം എന്ന് പറയുക, പെൺകുട്ടികൾക്ക് അധികം വിദ്യാഭ്യാസം കൊടുക്കുകയില്ല. അവർ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ് എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. എന്നാൽ അതിന് മാറ്റം വരുത്തുവാനായിട്ട് ക്രൈസ്തവ മിഷണറിമാർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും വൈകുന്നേരങ്ങളിൽ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടുകയും കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ജീവിത രീതിയെപ്പറ്റിയുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുക. CST മിഷണറി വൈദികർ ഫലപ്രദമായി പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ വിവിധ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പഞ്ചാബിലെ ഗ്രാമീണ യുവാക്കളിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുവാനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും CST മിഷണറിമാർക്ക് കഴിഞ്ഞു. ഇന്ന് സമൂഹത്തെ നശിപ്പിക്കുകയും പ്രത്യേകിച്ച് യുവതലമുറയെ നശിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ഘടകമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. കണക്കുകളനുസരിച്ച് പറയുക, പഞ്ചാബിലെ ഏതാണ്ട് 90% യുവജനങ്ങളും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരാണെന്നാണ് പറയുക. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അതിർത്തി സംസ്ഥാനമായതിനാൽ വിദേശത്തു നിന്നും മയക്കുമരുന്നുകൾ ഒത്തിരി പഞ്ചാബിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഗ്രാമങ്ങളിലും ഇപ്രകാരമുള്ള മയക്കുമരുന്നുകളും എല്ലാം ഒത്തിരി ലഭ്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ജോലികളില്ലാത്ത ഒത്തിരി യുവാക്കന്മാർ ഈ മയക്കുമരുന്നിന് അടിമപ്പെടുന്നുണ്ട്. CST സഭാ സമൂഹത്തിലെ വൈദികർ ഇപ്രകാരമുള്ള മയക്കുമരുന്നിനും എതിരായിട്ട് ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അരിപ്പറമ്പിലച്ചൻ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മയക്കുമരുന്നിന് അടിമപ്പെട്ട് കിടക്കുന്ന
കുടുംബങ്ങളെയും യുവാക്കന്മാരെയും ഒക്കെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് കൊണ്ടുപോവുകയും അവരെ വിമുക്തരാക്കുവാനായുള്ള ഒത്തിരി പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമ്മുടെ സമൂഹത്തിലെ ഒത്തിരി യുവജനങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റു മയക്കുമരുന്നിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒത്തിരി ആൾക്കാരെയും വിമുക്തരാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ CST വൈദികർക്കൊപ്പം സേവനം ചെയ്യുന്ന സഹോദരി സന്യാസിനി സമൂഹമാണ് LST. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ഈ കൊച്ചു സഹോദരിമാർ CST വൈദികരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നു. ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ ചെറു സമ്പാദ്യ പദ്ധതികളുടെയും ലഘുതൊഴിൽ പദ്ധതികളുടെയും പ്രചരണം ലക്ഷ്യമിട്ട് ഇരു കോൺഗ്രിഗേഷനുകളും ആർജവത്തോടെ പ്രവർത്തിക്കുന്നു. സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉണ്ടായാൽ ഗ്രാമീണ കുടുംബങ്ങളുടെ സാമൂഹിക അവസ്ഥ മെച്ചപ്പെടുമെന്ന ഉത്തമ ബോധ്യം ഈ വൈദികർക്കും സന്യസ്തർക്കുമുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും സഹായിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്മോൾ സേവിങ്സ് സ്കീംസ് ആരംഭിച്ചത്. അതിൻ്റെ ആരംഭം കുറിച്ചത് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വരകിലച്ചനാണ്. അദ്ദേഹം പാവപ്പെട്ട കുടുംബങ്ങളിലെ അവസ്ഥകൾ മനസ്സിലാക്കി അവരെ സാമ്പത്തികമായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്മോൾ സേവിങ്സ് സ്കീംസ് ആരംഭിച്ചത്. പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടുകയും എല്ലാ ആഴ്ചയും ഒരു നിശ്ചിത തുക അവിടെ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കിട്ടുന്ന പൈസയിൽ നിന്നും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർക്ക് ലോൺ കൊടുക്കും, അത് തവണ തവണയായിട്ട് തിരികെ അടയ്ക്കുക. അതുകൊണ്ട് ഒത്തിരി കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ തങ്ങളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുകയും കട്ടിലുകളായിരിക്കാം, മറ്റ് അവശ്യ സാധനങ്ങളായിരിക്കാം, ഇതൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട വരകിലച്ചൻ്റെയും അതുപോലെ മറ്റു വൈദികരുടെയും ഒത്തിരി സഹായത്തോടെ പ്രത്യേകിച്ച് LST സന്യാസിനി സമൂഹത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സഹകരണത്തോടെ ഇന്ന് CST ഏരിയയിൽ ഇതുപോലെയുള്ള ചെറുകിട സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഏറ്റവും കൂടുതൽ ഫലം അനുഭവിക്കുക കുടുംബിനിമാരാണ്, സ്ത്രീകളാണ്. അവർക്ക് മറ്റുള്ളവരെ ഒത്തിരി ആശ്രയിക്കാതെ തൻ്റെ കുടുംബത്തെ പോറ്റുവാനും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വാങ്ങുവാനും ഒരു കുടുംബത്തെ നല്ലൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനുമായിട്ട് സഹായിച്ചിട്ടുണ്ട്. നിർധനരായ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാരിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക പദ്ധതികളെ പറ്റിയുള്ള അവബോധ ക്ലാസ്സുകളൊക്കെ CST വൈദികരും അതോടൊപ്പം തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന മറ്റ് സന്യാസിനി സമൂഹത്തിലെ വ്യക്തികളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള ക്ലാസ്സുകളിലൂടെ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പദ്ധതികളെ പറ്റിയുള്ള അവബോധവും അതോടൊപ്പം തന്നെ അതെപ്രകാരമാണ് നേടിയെടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വരകിലച്ചൻ്റെയും ബഹുമാനപ്പെട്ട തോട്ടമറ്റച്ഛൻ്റെയും നേതൃത്വത്തിൽ ഒരു ടീം ജോലി ചെയ്യുന്നുണ്ട്. അവർ ഗ്രാമങ്ങളിൽ ചെന്ന് എല്ലാ ആൾക്കാരെയും ഇതിനെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാമ്പത്തിക പദ്ധതികളും നേടിയെടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ദാനേവാല ഗ്രാമത്തിലെ നിരവധി സാധുക്കളായ കുടുംബങ്ങൾക്ക് ഉപജീവനമാർഗമെന്ന നിലയിൽ പശുക്കളെയും എരുമകളെയും സംഭാവന ചെയ്യുന്ന പദ്ധതിയും CST സഭ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. 60ഓളം കുടുംബങ്ങളെ സ്ഥിരവരുമാനം നൽകി CST സഭ ഇത്തരത്തിൽ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. പാൽ വിൽപ്പനയിലൂടെ ഒരു സ്ഥിര വരുമാനം കണ്ടെത്തി അഭിമാനബോധത്തോടെ ജീവിക്കാൻ ഇന്ന് ഈ കുടുംബങ്ങൾക്ക് സാധിക്കുന്നു. ദാനേവാല ഗ്രാമത്തിലെ ക്ഷീരകർഷകർക്ക് പാലിന് ന്യായവില ലഭിക്കാനും ആധുനിക ക്ഷീരകൃഷി രീതി പ്രോത്സാഹിപ്പിക്കാനും CST സഭ ഒരു ഡയറി ഫാമും കാര്യക്ഷമമായി നടത്തിവരുന്നു.
അനേകർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭം കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ ഈ ദാനവാല ഗ്രാമത്തിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ഡയറി ഫാം, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൽ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ക്ഷീര വ്യവസായികൾക്ക് ന്യായമായിട്ടുള്ള വേതനം, അതോടൊപ്പം തന്നെ പാലിന് വേണ്ട വില വാങ്ങിക്കൊടുക്കുക. ഞങ്ങൾ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലെ ക്ഷീര വ്യവസായികളുടെ പാലുകളെല്ലാം ഒരുമിച്ച് വാങ്ങി അങ്ങനെ അവർക്ക് ന്യായമായിട്ടുള്ള പാലിനുള്ള വില കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള പദ്ധതികളാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഫാദർ ബേസിൽ ഡയറി ഫാം ഇങ്ങനെയുള്ള ഒരു പദ്ധതിയുടെ ആരംഭ ദിശയിലാണ്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ജോലി ചെയ്യുന്ന ഈ ഗ്രാമങ്ങളിലെ ക്ഷീര വ്യവസായികൾക്ക് ന്യായമായ വേതനവും അതോടൊപ്പം തന്നെ പാലുൽപാദനത്തിന് പറ്റിയ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുവാനായിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാനേവാല ഗ്രാമത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഒരു ഭവനമാണിത്. ഒരു വിവാഹത്തിനായി വരനെ സുഹൃത്തുക്കളും വീട്ടുകാരും കുളിപ്പിച്ചൊരുക്കുന്ന രസകരമായ കാഴ്ചയാണിത്. പാലും മഞ്ഞളുമൊക്കെ പുരട്ടിയാണ് വരനെ കുളിപ്പിക്കുന്നത്. വീട് മുഴുവൻ അലങ്കാര ബൾബുകളാൽ അലങ്കരിച്ചിട്ടുണ്ട്. പാട്ടും നൃത്തവും ഇതിനിടയിൽ പൊടിപൊടിക്കുന്നുണ്ട്. നൃത്തത്തിൽ കുട്ടികളും മുതിർന്നവരും സജീവമായി തന്നെയാണ് പങ്കെടുക്കുന്നത്. പ്രാദേശിക മധുര വിഭവങ്ങൾ വന്നവർക്കെല്ലാം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും രസകരമായ ഒരു അനുഭവമായിരുന്നു ഈ വിവാഹ കാഴ്ചകളെല്ലാം.